അഴിമതിക്കെതിരായിട്ട് വി.എസ്. അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള കുരിശുയുദ്ധങ്ങളെല്ലാം ഈ കേരളത്തിൻ്റെ ഓരോ സമരചരിത്രത്തിൻ്റെയും ഏടുകളിലുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ സമര പ്രക്ഷോഭങ്ങളിലെല്ലാം വി.എസ്. എന്ന 2 വാക്കുണ്ട്. അതിൽ അഴിമതിക്കെതിരെ നിരന്തരം വി.എസ്. നടത്തിവന്ന പ്രതിഷേധം, പരിസ്ഥിതി നശീകരണത്തിനെതിരായിട്ടുള്ള നിരന്തര പോരാട്ടം, കേരളം ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളൊരാവശ്യം ഈ 2 പ്രളയത്തിനു ശേഷം എത്രയോ ശക്തമായി ഉയർന്നു വരുമ്പോൾ ആ തരത്തിൽ വേണം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും സമീപിക്കേണ്ടത് എന്നുള്ളത് ഇനിയുള്ള ഒരു തലമുറയോടുള്ള ഉത്തരവാദിത്തമായി ഉയർത്തി പറയപ്പെടുമ്പോൾ എപ്പോഴേ തന്നെ കാടും മലകളും മണ്ണും സംരക്ഷിക്കാൻ വി.എസ്. നടത്തിയിട്ടുള്ള ആ പോരാട്ടങ്ങളുണ്ട്. ഇനി എത്ര തലമുറ വന്നാലും അതൊന്നും മായ്ച്ചു കളയപ്പെടുകയില്ല. വി.എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എല്ലാ കാലത്തെയും തിളക്കമാർന്ന അധ്യായങ്ങളായിട്ട് തന്നെ അത് നിൽക്കും. അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ മുന്നിൽ ആരാണ് എന്നുപോലും അദ്ദേഹം പരിഗണിച്ചിട്ടില്ല. കെ കരുണാകരൻ, കേരളം കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കെ കരുണാകരൻ്റെ ഭരണകാലത്ത് കേരളത്തെ പിടിച്ചു കുലുക്കിയ ഇടമലയാർ കേസിൽ വി.എസ്. അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാട്, പാമുലിൻ അഴിമതി കേസിൽ വി.എസ്. വിട്ടുവീഴ്ചയില്ലാതെ എടുത്ത നിലപാട്, കെ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഇടമലയാർ വൈദ്യുതി പദ്ധതിയുടെ കരാർ തുക പെരുപ്പിച്ചു കാട്ടി അഴിമതി നടത്തിയെന്നുള്ളൊരു കേസ് വരുമ്പോൾ അതിനകത്ത് സുപ്രീം കോടതി ആരോപിക്കപ്പെട്ട പ്രതികൾക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിക്കുമ്പോൾ ചുരുങ്ങിയ സമയത്താണെങ്കിൽ പോലും ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരു നേതാവിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമ്പോഴൊക്കെ ഒട്ടും പിന്നോട്ടു പോകാതെ നിരന്തരം കോടതികളെ സമീപിച്ച് ആ വീര്യം ചോരാതെ വി.എസ്. നടത്തിയ നിയമയുദ്ധം അത് മലയാളികളെപ്പോലും, മലയാളികളെ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മലയാളികളെപ്പോലും അത്ഭുതപ്പെടുത്തി. അങ്ങനെ തന്നെയാണ് 91-96 കാലഘട്ടത്തുണ്ടായ പാമോലിൻ കേസ് വരുന്ന സമയത്തും സംസ്ഥാന സർക്കാരിന് 2.5 കോടിയുടെ നഷ്ടം വരുത്തി എന്നുള്ളൊരു ആരോപണം ഉയർന്നപ്പോൾ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വി.എസ്. ഈ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. വി.എസ്. തുടർന്ന നിയമ പോരാട്ടങ്ങൾ, ഒരു മുഖ്യമന്ത്രിയെ 1-ാം പ്രതിയാക്കിയിട്ടുള്ള ഒരു അഴിമതി കേസ് എന്നുള്ള ഒരു പേര് പോലും പാമോലിൻ കേസിന് കൊണ്ടുകൊടുത്തു. വി.എസ്. നടത്തിയ ആ നിയമ പോരാട്ടം, ഈ കേസിന് ദേശീയ പ്രാധാന്യം വന്നപ്പോൾ ദേശീയ തലത്തിൽ പോലും വി.എസ്. അച്യുതാനന്ദൻ ഉറ്റുനോക്കുന്ന ഒരു നേതാവ് കൂടിയായി മാറി. പൊതുമുതൽ എങ്ങനെ സംരക്ഷിക്കണം, അതിലൊക്കെ എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ പരസ്യമായി പ്രകടമാക്കിയ നേതാവ് കൂടിയാണ് വി.എസ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ മേഖലയിലൊക്കെ വി.എസ്. നടത്തിയ ആ പൊതുമേഖലയിൽ അത് നിലനിർത്താൻ നടത്തിയ ഇടപെടലൊക്കെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയം വീക്ഷിച്ചവർക്ക് പോലും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ വിവാദ കാലത്തൊക്കെ വി.എസ്. നടത്തിയിട്ടുള്ള സമരങ്ങൾ, രാഷ്ട്രീയ പ്രതിയോഗികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വി.എസ്. ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. സർക്കാർ ഭൂമികൾ അന്യാധാനപ്പെടുമ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നുള്ള വി.എസിൻ്റെ ആ നിലപാട്, പക്ഷേ അത് ഇടത് പക്ഷത്ത് പോലും പലരുടെയും മുഖം ചുളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. 2007 മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടി വി.എസ്. ഏറ്റെടുക്കുമ്പോൾ അന്ന് കെ സുരേഷ് കുമാറും രാജു നാരായണസ്വാമിയും ഋഷ്യ സിംഗും അടക്കമുള്ളവർ ഈ ദൗത്യത്തിന് നിയോഗിക്കുമ്പോൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാർ പോലും ഇടുക്കി ജില്ലയിൽ ഇതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. വെച്ചകാൽ പിറകോട്ടെടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു വി.എസ്. ഒരു മടിയുമില്ലാതെ നിരവധി അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി. ആ കാഴ്ച രാഷ്ട്രീയ കേരളം അതിന് മുൻപും കണ്ടിട്ടില്ല, അതിന് പിന്നീടും കണ്ടിട്ടില്ല.
കയ്യേറ്റക്കാരിൽ നിന്ന് 16,000-ഓളം ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയാണ്, വീണ്ടെടുക്കുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വലിയ ഗ്രൂപ്പുകൾ, വലിയ കമ്പനികളൊക്കെ ഇതിന് എതിരെ നിന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിന്നൊന്നും പിൻവാങ്ങിയില്ല. എപ്പോഴും വീര്യം, പോരാട്ടം, അങ്ങനെ രണ്ട് കാര്യങ്ങളുടെ ആകത്തുകയാണ് VS എന്ന ആ രണ്ട് വാക്ക്. ജനകീയ വിഷയങ്ങൾ എടുക്കുക, എല്ലാ കാലത്തും ജനപക്ഷത്ത് നിൽക്കുക. രാഷ്ട്രീയ കേരളത്തിന്റെ ഭാഗമായിട്ട് നിന്ന അണികളും ജനങ്ങളുമൊക്കെ VS എന്ന രണ്ടക്ഷരത്തിൽ കണ്ടത് പലപ്പോഴും ആശ്രയവും ആശ്വാസവുമാണ്. ഒരു വിധത്തിലുള്ള സമരസപ്പെടുത്തലുകളും ഇല്ലാതെ നിരന്തര പോരാട്ടത്തിന്റെ പ്രതീകമായിട്ടുള്ള VS, ചൂഷണത്തിന് വിധേയരാകുന്നവർക്കൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ച VS, ഈ ചൂഷകരെ പ്രതിരോധിക്കാൻ അദ്ദേഹം തന്നെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചകളും കണ്ടു. പ്രമാദമായിട്ടുള്ള പല കേസുകളിലും നേരിട്ട് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വലിയ വിവാദങ്ങളിലേക്കും ഒക്കെ നയിച്ചിട്ടും എവിടെയെങ്കിലും ഒരു തിരുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അതിനുണ്ടായില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പലരും ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും പ്രത്യയശാസ്ത്രങ്ങൾ നകലുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുകയില്ല, അഴിമതിയോട് സമരസപ്പെടുകയില്ല താനെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. പല ഭാഗത്തു നിന്ന് എതിർപ്പ് വരുമ്പോഴും അതിനൊന്നും VS അച്യുതാനന്ദനെ തളർത്താനുള്ള ശക്തി ഉണ്ടാകാതിരുന്നത് എത്രയോ എതിർപ്പുകളുള്ള കനലിലൂടെ കടന്നു വന്ന്, ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു വന്ന് സ്വയം വഴിവെട്ടി വളർന്ന നേതാവായതുകൊണ്ട് കൂടിയായിരിക്കും. ആര് കൈവിട്ടാലും, അത് പാർട്ടി കൈവിട്ടാൽ പോലും ജനം അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നുള്ള ഒരു പൊതുബോധ്യത്തിലേക്ക് പോലും കടന്നത് അതുകൊണ്ടായിരിക്കും. ജനഹിതത്തിനൊപ്പം തന്നെ ഒടുവിൽ തിരുത്താൻ ശ്രമിച്ചവർ പോലും നിൽക്കുന്ന കാഴ്ച കണ്ടു. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് വാദിച്ചവർ പോലും തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യണമെങ്കിൽ VSന്റെ സാന്നിധ്യം കൂടിയേ കഴിയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന കാഴ്ചകൾ കണ്ടു. അഴിമതിക്കാരെ വെറുതെ വിടാതെ നീട്ടിയും കുറുക്കിയുമൊക്കെ VS നടത്തിയ ചാട്ടുളി വാക്കുകളൊക്കെ ഏറ്റെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ഫിഡൽ കാസ്ട്രോ എന്ന പാർട്ടി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ാം വയസ്സുവരെ എത്തുമായിരുന്നു അദ്ദേഹം ഒക്ടോബർ വരെ ജീവിച്ചിരുന്നെങ്കിൽ. ഏത് കാര്യം തീരുമാനിച്ചാലും അത് നടപ്പാക്കും, ഒരു നിലപാടിലും മാറ്റമില്ല എന്നുള്ള തീരുമാനമുള്ള VS. അദ്ദേഹത്തിൻ്റെ പല പല കാര്യങ്ങളിലും അത് വ്യക്തമാണ്. ഔപചാരിക കോളേജ് വിദ്യാഭ്യാസം പോലും നേടാത്ത VS ഹിന്ദി പഠിക്കണം എന്ന് തീരുമാനിച്ചത് അങ്ങനെ ഒരു നിലപാടിൻ്റെ പുറത്താണ്. ഹിന്ദിയിൽ പ്രസംഗിക്കണം എന്ന് തോന്നിയപ്പോൾ പിന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു മടിയില്ലാതെ അന്ന് ഹിന്ദി അധ്യാപകനെ വിളിച്ച് വരുത്തി അത് പഠിച്ചെടുക്കുന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കണ്ടു. കമ്പ്യൂട്ടർ വ്യാപകമായി വന്നപ്പോൾ അതും പഠിച്ച VSും അന്ന് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. പക്ഷേ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ശീലം VS തിരുത്തി. വളരെ അധികം പുകവലിക്കുമായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ചെറുപ്പത്തിൽ VS. ചെയിൻ സ്മോക്കർ എന്ന് പോലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ ഓർത്തെടുക്കുന്ന കാലഘട്ടമുണ്ട്. പക്ഷേ 60കൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വന്ന ഒരു പനി അതൊരു ആസ്മയിലേക്ക് എത്തിക്കുന്നു. പുകവലി ഒഴിവാക്കണം എന്നുള്ള ഡോക്ടറുടെ ആവശ്യത്തിന് മുന്നിൽ എപ്പോൾ തൊട്ടാണ് ഒഴിവാക്കേണ്ടത് എന്ന് VS ചോദിക്കുമ്പോൾ അതിപ്പോൾ മുതൽ, ഈ നിമിഷം മുതലാണ് എന്ന് ഡോക്ടർ പറയുന്നു. അത് ഈ മിനിറ്റ് തൊട്ടാണ് എന്ന് VS കൂട്ടിച്ചേർക്കും.
അങ്ങനെയായിരുന്നു വി എസിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യശീലം. ഒരുപക്ഷെ ശരാശരി മലയാളി ഇനിയുള്ള കാലത്ത് അത്ഭുതത്തോടുകൂടി ആയിരിക്കും അത് വായിക്കുക. 2019 പിറന്നാളെത്തുന്നതിന് തൊട്ടു മുമ്പെത്തിയ പക്ഷാഘാതം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വില്ലനായി മാറുമ്പോൾ പോലും ആ പക്ഷാഘാതത്തെ പോലും അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് പതുക്കെ വലതുകൈയുടെ സ്വാധീനം വീണ്ടെടുക്കുന്ന റിപ്പോർട്ടുകളും വന്നു. 2021 അദ്ദേഹത്തിന് വൃക്ക തകരാറിലായതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം ആശുപത്രിയിലാകുന്നത്. പക്ഷേ രോഗങ്ങൾക്കൊന്നും വി എസ് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ എതിരാളികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ, തോൽവികൾക്കോ തിരിച്ചടികൾക്കോ തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ, ശത്രുക്കളുടെ നീക്കങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ ഈ രോഗങ്ങൾക്കും വി എസ് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൗതുകകരമായിട്ടുപോലും ഓർമ്മിക്കേണ്ട കാര്യം കൂടിയാണ്. രാവിലെ 8 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന വി എസ് കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യശീലം പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ തരത്തിലാണ്. പത്രങ്ങൾ വായിക്കാൻ കഴിയാതായപ്പോൾ 4ഓളം പത്രങ്ങൾ വായിച്ചു കേൾക്കുന്ന സ്വഭാവം. ചിട്ടയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം, ആരോഗ്യകരമായ ജീവിതം, പരിസ്ഥിതിക്ക് വേണ്ടി, നാടിനും കാടിനും മണ്ണിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച വി എസ് തൻ്റെ ജീവിതം പോലും ആരോഗ്യകരമായിട്ടുള്ള ഒരു മാതൃകയാക്കി പുറത്തേക്ക് കൊണ്ടു വന്നിട്ടുണ്ട്. പാർട്ടി എന്താണെന്ന് അറിയുക പോലുമില്ലാത്ത കൊച്ചുകുട്ടികൾ പോലും കണ്ണേ കരളെ വി എസ് എ, കേരള മണ്ണിൻ പൊന്മുത്തെ എന്നൊക്കെ വിളിക്കുന്നത് വി എസ് ഒരു ആവേശമായി കൊണ്ടു നടക്കുന്നതൊക്കെ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ചേർത്തുകൊണ്ടാണ്. പൊതുവേദികളിൽ വി എസ് എത്തുമ്പോൾ പാർട്ടി പ്രവർത്തകരും ജനങ്ങളുടെ ഉള്ളിലൊക്കെ വിപ്ലവ വീര്യം തിളച്ചു പൊങ്ങുന്ന കാഴ്ചകൾ കാണും. മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി വിളിക്കും. മലയാളികളുടെ കണ്ണും കരളും ഒക്കെ ആയിട്ടാണ് വി എസ് വിഭാഗീയതയുടെ കാലത്ത് പോലും വേദിയിലേക്ക് എത്തിയിരുന്നത്. നിശബ്ദത പാലിക്കണമെന്ന് അകത്തളങ്ങളിൽ നിർബന്ധിക്കപ്പെട്ടിരുന്നവരുടെ പോലും മുഷ്ടികൾ വി എസ് വരുമ്പോൾ ചുരുളുമായിരുന്നു. എല്ലാവരും CPM പ്രവർത്തകരുമായിരുന്നില്ല. വി എസിനെ കാണാൻ എത്തുന്നവരും അഭിവാദ്യം ചെയ്യാൻ എത്തുന്നവരൊന്നും വി എസ് എല്ലാവരും CPM പ്രവർത്തകർ പോലുമായിരുന്നില്ല. ഇപ്പോൾ പോലും വി എസിൻ്റെ അന്ത്യവാർത്ത അറിഞ്ഞ് പ്രതികരിക്കുന്ന UDF നേതാക്കൾ പോലും പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ മാതൃകയായി കാണുന്ന ഒരു നേതാവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്.